എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗോവിന്ദൻ നന്ദുവിനോട് പറയുന്നുണ്ട്, ഒരുപാട് നാൾ കൂടിയല്ലേ അനന്തപുരിയിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്, അതുകൊണ്ട് നമുക്കവിടെ പോകണം. മോള് വന്നില്ലെങ്കിൽ അനാമിക ഓർക്കും മോളുടെ മനസ്സിൽ വിഷമമുള്ളതുകൊണ്ടാണെന്ന്. അനിയും അങ്ങനെയൊക്കെ തന്നെ കരുതുള്ളൂ. ആ മോളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ടല്ലോ, ആ സംശയങ്ങളൊക്കെ നമുക്ക് മാറ്റണമെന്ന് എന്നിങ്ങനെ പറയുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛാന്ന് പറയുമ്പോൾ, പറ്റണം മോളെ, അല്ലെങ്കിൽ ശരിയാകിയല്ല. മോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും ചെയ്യരുത് ഇനി എന്ന് പറയും. അന്നേരം നന്ദു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കുറിച്ച് ഓർത്തിട്ട് സങ്കടമൊന്നുമില്ല, നയനേച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, നയനേച്ചിക്ക് എന്താ കുഴപ്പം, അവൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നന്ദു ആ കാര്യം പറയുന്നില്ല. അപ്പം നന്ദു പറയുന്നത്, അതുകൊണ്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പുതിയ മരുമോള് വരുമ്പം നയനേച്ചിയും നവേച്ചിയും അവർ തഴയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അതുകൊണ്ടായെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ ഇനി എന്തെങ്കിലും വിഷമം ഉണ്ടായാൽ അവരിവിടെ വന്ന് നിന്നോട്ടെ, ഇനി അവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങോട്ട് പോവാണ്. നന്ദു നല്ല വിഷമത്തിൽ നിൽക്കുക. പിന്നെ ഈ സമയത്ത് ആദർശിന് നല്ല സങ്കടമാണ്. ആദർശ് ഓർക്കുന്നുണ്ട്, ഈ സമയത്തൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നത്, ഇതിപ്പോൾ അവൾ കാണാത്തതുകൊണ്ട് മനസ്സിനൊരു വിഷമമാണ്, ഒന്നും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിപ്പോൾ എവിടെ പോയതാ പോലും ഒന്ന് പറഞ്ഞിട്ട് പോകാൻ മേലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് നയന കയറി വരുന്നത് കാണുന്നത് കേട്ടോ, സ്കൂട്ടർ കൊണ്ട്. അപ്പോൾ സ്കൂട്ടർ അവിടെ വെച്ചിട്ട് പയ്യെ കയറി വരുന്നു. ആദർശിൻ്റെ മുഖത്തേക്കൊന്നും നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അങ്ങ് പോവാം. ആദർശം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആദർശം മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഈശ്വര വിഘ്നേശ്വര തിരിച്ചു വന്നല്ലോ, മനസ്സമാധാനമായി, ഇവൾ ഇത്രത്തോളം എൻ്റെ മനസ്സിൽ കയറിയെന്നോ മനസ്സിനെ സ്വാധീനിച്ചോ എന്നോ എനിക്കറിയില്ലായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ ഇതൊന്നും മാറ്റാൻ പറ്റത്തില്ല എന്നിങ്ങനെ മനസ്സിലോർത്ത് സന്തോഷത്തോടെ നിൽക്കുന്ന ആദർശിനെ കാണിക്കുന്നുണ്ട്. അവിടുന്ന് പോരുന്ന നയന കനകയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇനി ഒരു പ്രശ്നം ഉണ്ടാകില്ല, അനിയുടെയും നന്ദുവിൻ്റെയും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്, ഞാൻ നന്ദുവിനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, മോളെ നന്ദുവിനോട് ഞാനും അച്ഛനും ആകുന്ന പോലെ ഉപദേശിച്ചതാ, അതുകൊണ്ട് എനിക്ക് വലിയ വിശ്വാസമില്ല എന്ന് പറയും. അപ്പം നയന പറയുന്നുണ്ട്, ഇല്ല, അവൾ ഇനി യാതൊരു പ്രശ്നത്തിനും വരികയില്ല, അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, അവൾ ഇനി ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അവളൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല, അവൾ എന്നെ അനുസരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങളുടെ ആരുടെയും വാക്കുകൾ കേട്ടല്ല അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, എന്നെ അനുസരിച്ചായിരുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കിന് പ്രാധാന്യം കൊടുക്കും എന്ന് എനിക്കറിയാം. അതല്ല, അവൾ ഇത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ചേച്ചി അവൾക്ക് കാണിയല്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് യാതൊരു പ്രശ്നവും കാണിയല്ല എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും അനാമികയുടെയും അനിയുടെയും വിവാഹം ഒന്ന് നടന്നാൽ മതിയായിരുന്നു, അങ്ങനെയായിരുന്നു ഈ ആ തലവേദന അങ്ങ് ഒഴിഞ്ഞു കിട്ടിയേനെ എന്ന് കനക പറയും. അന്നേരം നയന പറയുന്നുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടാകില്ല, ഇനി അനിയനെ ഒന്ന് കണ്ട അനിയോടും ഒന്ന് സംസാരിക്കണം, അവരുടെ വിവാഹം നല്ല രീതിയിൽ തന്നെ നടക്കും. ഇതിപ്പം അമ്മയ്ക്കും അച്ഛനും ഇത് കുറച്ച് നേരത്തെ എന്നോട് പറയുമായിരുന്നെങ്കിൽ ഇത് ഇത്രയും കുഴഞ്ഞു മറിഞ്ഞ് പ്രശ്നമാകില്ലായിരുന്നു, നേരത്തെ ഇത് സോൾവ് ചെയ്യായിരുന്നു, എന്തിനാ അമ്മ ഇത് എന്നോട് മറച്ചു വെച്ചത് എന്ന് ചോദിക്കുക. അന്നേരം കനക പറയുന്നത്, മോളോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോള് നന്ദുവിൻ്റെ ഭാഗത്ത് നിന്ന് നന്ദുവിനെ സഹായിച്ചാലോ എന്ന് ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, എൻ്റെ ജീവിതവും തുലാസില്ല, ആ ജീവിതം അതുപോലൊരു അവസ്ഥയിലേക്ക് അവളെയും കൂടെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് അമ്മ വിചാരിച്ചല്ലോ, ഏതായാലും ഞാൻ അതിന് മുതിരുകയില്ല, ഏതായാലും ഈ വിവാഹം ഒന്ന് നടന്നാൽ മതി, കാര്യങ്ങളൊക്കെ നേരാവണ്ണം ആകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നയന പറയുന്നുണ്ട്, അമ്മ ഇനിയെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മറച്ചു വെക്കരുത്, നിങ്ങൾ എന്നോട് തുറന്നു പറയണം, എന്നോട് പറഞ്ഞെന്നോർത്ത് ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഇത്തിരി ചളുപ്പോടുകൂടി ഒരു മടിയോടുകൂടി നിൽക്കുവാണ് കനകാന്ന് വെച്ചാൽ പറയാതിരുന്നത് തെറ്റായിപ്പോയി എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ആദർശിനെ കാണിക്കുന്നത്, ആദർശ് റൂമിൽ വന്നിരുന്നിട്ട് ഓർക്കുക, അവളിങ്ങ് വരട്ടെ, ഒന്ന് ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ വില പോകും എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുവാണ് ആദർശ്. അങ്ങനെ നയന റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, എവിടെ പോയതായിരുന്നു എന്ന്. അപ്പം നയന പറയും, ഞാനൊന്ന് അമ്പലത്തിൽ പോയതായിരുന്നു എന്ന് പറയുമ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്പലത്തിൽ പോയിട്ട് നിൻ്റെ നെറ്റി ചന്ദനം ഒന്നും ഇല്ലല്ലോ എന്ന്. അപ്പം നയന പറയും, അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അന്നേരം നെറ്റി ചന്ദനം കാണാൻ നിർബന്ധമുണ്ടോ, ഞാൻ അമ്പലത്തിൽ പോയത് എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, അതൊക്കെ ഈശ്വരനോട് പറയാൻ വേണ്ടിയാണ്, അതൊക്കെ പറഞ്ഞിട്ടുമുണ്ട് എന്നിങ്ങനെ പറയും. അതിൻ്റെ കൂടെ തന്നെ ആദർശനോട് പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്നെ പുറത്തൊന്നും കൊണ്ടുപോകാറില്ലല്ലോ, പിന്നെ ഞാനൊന്ന് അമ്പലത്തിൽ വരെ പോയെന്നോർത്ത് ഇപ്പോൾ എന്താ കുഴപ്പം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ആദർശ് പറയും, ഞാനിപ്പോൾ പുറത്ത് കൊണ്ടാകത്തോണ്ടാണ് പ്രശ്നം, ഇത് തന്നെ മുത്തശ്ശനും പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം ഒന്ന് പുറത്ത് പോയേക്കാം എന്ന് പറയും. അപ്പം നയന പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് വരണമെന്ന് ആഗ്രഹമില്ല, മുത്തശ്ശനും പറഞ്ഞുകൊണ്ടല്ലേ എന്നെ പുറത്ത് കൊണ്ടുപോകുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. ആദർശ് പറയും, അതുകൊണ്ടൊന്നുമല്ല, ഒന്ന് പുറത്ത് പോകാമെന്ന് എനിക്കും തോന്നി എന്ന് പറഞ്ഞിട്ട് ബാഗിൽ നിന്ന് ഒരു സാരി എടുത്ത് കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് പറയും, ഈ സാരി എടുത്തുകൊണ്ട് വേണം പുറത്ത് പോകാൻ എന്ന് പറയും. അപ്പോൾ ചോദിക്കും, ഇത് എപ്പോഴാണ് വാങ്ങിച്ചത് എന്ന് ചോദിക്കുമ്പം, ഇത് ഓഫീസിൽ ഒരു സ്ത്രീ സാരിയായിട്ട് വന്നായിരുന്നു, അന്നേരം പവിത്രയെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിച്ചതാ എന്ന് പറയും. അപ്പോൾ നയന പറഞ്ഞു, പവിത്ര സെലക്ട് ചെയ്ത സാരിയാണ് എന്ന് എനിക്ക് വേണ്ട, അങ്ങനെ പവിത്ര സെലക്ട് ചെയ്തോന്നും എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറയും. അപ്പം ആദർശ് പറയുന്നുണ്ട്, പവിത്ര സെലക്ട് ചെയ്തു എന്നത് നേരാ, പക്ഷേ എനിക്ക്
എനിക്കൂടെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് എന്ന് പറയും. അന്നേരം നയനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് ചോദിക്കും പുറത്ത് പോകുന്നത് എങ്ങനെയാണ്, ഇനിയിപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട് ഏതായാലും 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മ ഉറങ്ങും, അത് കഴിഞ്ഞ് നമുക്ക് പുറത്ത് പോകാം എന്ന് പറയും. അന്നേരം നയന ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അമ്മയെ മറിച്ച് ഒളിച്ചൊക്കെ പുറത്ത് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം ആദർശ് പറയുന്നുണ്ട് ഇതിപ്പോൾ അമ്മയെ ബോധ്യപ്പെടുത്താൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കുകയില്ല, പിന്നെ പോകുന്ന സമയത്ത് ഒരു വഴക്ക് ഒഴിവാക്കാലോ അല്ലെങ്കിൽ സംസാരം ഒഴിവാക്കാലോ എന്നോർത്താണ് ഞാൻ ആ സമയത്ത് പോകാം എന്നോർത്തത്. അവരുടെ ഒന്നും സ്വഭാവം പെട്ടെന്നൊന്നും മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല, അതുകൊണ്ട് അവരുടെ സ്വഭാവം മാറ്റാതെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതനുസരിച്ച് അങ്ങ് മുന്നോട്ട് പോകാം, അതേ നടക്കുകയുള്ളൂ എന്ന് പറയും. എന്നിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നയനങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ആദർശ് പിന്നെയും ചോദിക്കുന്നുണ്ട് നീ പുറത്ത് പോയി എന്ന് പറഞ്ഞത് അമ്പലത്തിലേക്ക് തന്നെയാണോ എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട് ഇതിപ്പോൾ അതും സംശയമാണോ, ഇനിയിപ്പോൾ വഴക്കുണ്ടാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് പറയുന്നത് പിണങ്ങി വീട്ടിൽ പോയി നിൽക്കുന്ന പെൺപിള്ളേരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരരുതെന്ന്, അവർക്ക് ഇത്തിരി അഹങ്കാരം കൂടും എന്ന് പറയും. അപ്പോൾ നയന പറയുന്നു അങ്ങനെ അഹങ്കാരമാണെങ്കിൽ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണ്ടായിരുന്നു, അവിടെ നിർത്തിയാൽ പോരായിരുന്നു എന്ന് ചോദിക്കും. എന്നിട്ട് നയന പറയും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വഴക്കുണ്ടാക്കാൻ ഇപ്പോൾ താല്പര്യമില്ല, അങ്ങനെ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം പുറത്ത് പോകുക നടക്കുകയില്ല എന്ന് പറയും. അന്നേരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ആദർശം അങ്ങോട്ട് പോവാണ്. ഏതായാലും നയനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. നയന ആ സാരി കൈ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇവരുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അവനിപ്പം നയനയുടെ കാര്യമാണ് ശ്രദ്ധയുള്ളതെന്ന് തോന്നുന്നത്, ഓഫീസിലെ കാര്യങ്ങളൊക്കെ താളം തെറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം മുത്തശ്ശി പറയും അവൻ്റെ അച്ഛനും കഴിവുള്ള സ്റ്റാഫും ഒക്കെ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അവരുടെ കുടുംബ ജീവിതം ഒന്ന് സെറ്റായാൽ മാത്രമേ ഓഫീസിലെ കാര്യങ്ങളിൽ അവന് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ട് നയന വരുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് മോൾ ഇവിടുന്ന് പുറത്ത് പോയേ പിന്നെ മോൾ പിണങ്ങി പോയതാണോ എന്നോർത്ത് ആകെ ടെൻഷൻ ആയിരുന്നു, അവന് വാലിന് തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടായി കാണില്ല എന്ന് പറയുമ്പോൾ സത്യമാ മോളെ എന്ന് പറയും. അപ്പം മുത്തശ്ശനും അത് അങ്ങനെ ആയിരുന്നു കേട്ടോ എന്ന് പറയുന്നുണ്ട്. പിന്നെ മുത്തശ്ശൻ പറയും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോള് ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞത്, എന്നാലേ മോളുടെ പേരെ അവൻ മനസ്സിലാക്കുകയുള്ളൂ, മോൾ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് കാച്ചി ഒരു എണ്ണയ്ക്ക് പോലും അവൻ കനകയുടെ പുറകെ നടക്കുന്നത് ഞാൻ കണ്ടതാണ് എന്ന് പറയും. അപ്പോൾ നയന പറയുന്നുണ്ട് ആ സമയത്ത് എനിക്കും വിഷമമായിരുന്നു, വീട്ടിൽ പോയിട്ട് എനിക്ക് നേരാവണമെന്ന് ഉറങ്ങാനൊന്നും പറ്റിയില്ലായിരുന്നു എന്ന് നയന പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ഉറക്കം വരാതിരിക്കണം എങ്കിലേ നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. മുന്നോട്ടുള്ള ജീവിതത്തിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നു. നയനയ്ക്കും ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അന്നേരം നയന അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് എൻ്റെ കാര്യമൊക്കെ ഇപ്പം നവ്യേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം, നവ്യേച്ചി പറഞ്ഞു അവയ്ക്ക് ഒട്ടും സ്നേഹമില്ല എന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ്റെ ജാതകം തന്നെ അങ്ങനെയാണ്, അവൻ ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കുറേ വഴിപാടുകളൊക്കെ ഞങ്ങൾ കഴിച്ചതാണ്, വലിയ ഫലമൊന്നും ഉണ്ടായില്ല എന്നിങ്ങനെ പറയും. അവനെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ അവനെപ്പോലെ തന്നെ ഓർമ്മ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയേനെ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അന്നേരം നയന ചോദിക്കും അതിന് പരിഹാരമൊന്നും ഇല്ലേന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയും പരിഹാരമൊക്കെ കാണും, പക്ഷേ അവൻ ഞങ്ങൾ പറഞ്ഞാൽ അതൊന്നും കേൾക്കുകയല്ലോ, വെള്ളമടിച്ചും കാണുന്നതെല്ലാം വലിച്ചു വാരി തിന്നു ഇങ്ങനെ നടക്കുമല്ലേ, എന്ത് ചെയ്യാനാ എന്നൊക്കെ അവർ സങ്കടങ്ങളും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് കനക ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങോട്ട് നയന വരും. എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ അവൾക്ക് 10-20 വയസ്സായി നന്ദുവിന് എന്ന് കരുതി അവളെ പിടിച്ചോ കെട്ടിക്കുകയൊന്നും ചെയ്തേക്കരുത്, ഇപ്പം അവൾ പഠിച്ചൊരു ജോലി മേടിക്കട്ടെ, വേണേൽ കോച്ചിങ്ങിന് വിടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നിങ്ങനെ പറയുമ്പം കനക പറയുന്നുണ്ട് അവൾക്ക് അനിയോട് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നി എന്നത് നേരാ എന്ന് കരുതി ഇനി ഒരു വിവാഹത്തിന് ഉടനെ സമ്മതിക്കുമെന്ന് ഞങ്ങൾക്കും തോന്നുന്നില്ല, അപ്പോൾ ആ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞാണെന്ന പെണ്ണല്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ നയന പറയും എനിക്കും അതാ മനസ്സിലാകാത്തത്, ഒരാണുങ്ങളോടും അങ്ങനെയുള്ള ഒരു ഫീലിങ്സേ അവൾക്കില്ലായിരുന്നു, പിന്നെ എങ്ങനെ ഈ അനിയുടെ ഒരു കാര്യം വന്നപ്പോൾ മാത്രം അവളിങ്ങനെ മാറിയതെന്നാണ് ഞാൻ ഓർക്കുന്നത് എന്നിങ്ങനെ പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്ക് അനി അങ്ങോട്ട് വന്നെ കാണുവേ. എന്തെങ്കിലും പെട്ടെന്ന് നയനെ വിഷയം മാറ്റും. എന്നിട്ട് പറയും അമ്മേ കന്നിമാസത്തിൽ വിവാഹം നടത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അച്ഛൻ പറഞ്ഞല്ലോ തുലാമാസത്തിൽ അങ്ങനെ നടത്താം, ഏതായാലും അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകനായതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അതായത് ആദ്യം കനകയ്ക്ക് കാര്യം മനസ്സിലാവുന്നില്ല, അനി അവിടെ നിൽക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴേക്കും കനക പറയുന്നുണ്ട് അത് നേരെ, ഏതായാലും അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനായതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടു, ആ കൊച്ചിൻ്റെ സ്വഭാവവും നല്ലതാ എന്നൊക്കെ പറയും. അപ്പം നയന പറയുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശ്രീധരൻ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും. അപ്പം കനക പറയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിറ്റ് പെറുക്കുകയാണെങ്കിലും ഈ വിവാഹം അങ്ങ് നടത്തണം മോളെ, നല്ല പയ്യനാ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുവാണ്. അപ്പോൾ അനിയെ കേൾപ്പിക്കാൻ വേണ്ടി അത്രയും സംസാരിച്ച് എന്നിട്ട് അങ്ങോട്ട് പോരുവാണ് നയന. എന്നിട്ട് അനിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അനിയോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയും. എന്താണെന്ന് ചോദിക്കുമ്പം അതൊക്കെ പറയാം നീ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ട് പോവാം. അന്നേരം കനക മനസ്സിൽ ഓർക്കുന്നുണ്ട്
നല്ലൊരു പയ്യനായിരുന്നു. എന്നെയും മക്കളെയും ഒക്കെ ഒരുപാട് ഇഷ്ടവുമായിരുന്നു അവന്. പക്ഷേ അവനെ ഒരു മരുമകനാക്കാനുള്ള അർഹത ഞങ്ങൾക്കില്ലല്ലോ എന്നിങ്ങനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുന്ന കനകയെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അനിയും നയനയും ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ നയന പറയും, അനിയിൽ നിന്നും ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു പെൺകുട്ടി നല്ല സുഹൃത്തായ ഒരു ആണിനെ കണ്ട് ഇത്തിരി സ്വാതന്ത്ര്യം കൂടുതലെടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരം അവൾക്ക് വേറെ രീതിയിലുള്ള ഇഷ്ടമാണ് എന്ന് ആണുങ്ങളെല്ലാം തെറ്റിദ്ധരിക്കും. അതുതന്നെയാണ് അനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം എനിക്കാകെ വിഷമമാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അനി ഈ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞു അല്ലേ, അതാണ് അവൾക്ക് ആകെ വിഷമമായി പോയത്, അല്ലാതെ അനിയുടെ വിവാഹം ഉറപ്പിച്ചതല്ല. അനിയിൽ നിന്ന് അവൾ ഇതൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു, അതുകൊണ്ട് അവൾ ആകെ വിഷമത്തിലായി പോയത്. അവൾ എന്നോടെല്ലാം തുറന്നു പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അനി പറയുന്നുണ്ട്, ഇതൊക്കെ എന്നോട് നേരത്തെ തന്നെ പറയായിരുന്നു നന്ദുവിന് എന്നിങ്ങനെ വിഷമത്തോടെ പറയുക. അപ്പോൾ നയന പറയും, അതെങ്ങനെയാണ് പറയുന്നത്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിക്ക് വിഷമാവുമല്ലോ എന്ന് അവൾ കരുതി, അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത്. ഇപ്പോൾ എന്നോട് അവളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആ ഒരു രീതിയിൽ അവളെ കാണരുത്, ഒരു നല്ല സുഹൃത്തായി മാത്രമേ കാണാവുള്ളൂ. പിന്നെ അനാമികയെ നല്ല രീതിയിൽ സ്നേഹിക്കണം, എങ്കിലേ നിങ്ങളുടെ വിവാഹം വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നന്നായി നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, പൂജ നടന്ന സമയത്ത് ചെറിയ വിഘ്നങ്ങളൊക്കെ കണ്ടില്ലേ, അത് അനിയുടെ മനസ്സിൻ്റെയാണ്. അനിയുടെ മനസ്സിൽ അനാമികയില്ല, അതിൻ്റെ പ്രശ്നങ്ങളാണ് ആ പൂജയിൽ ഉടനീളം കാണിച്ചത്. അതുകൊണ്ട് ഇനി അനാമികയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം, നിങ്ങൾ ഒരു നല്ല ജീവിതം തുടങ്ങണം. അതിൻ്റെ അകത്ത് നന്ദു ഒരു പ്രശ്നമായിട്ട് വരരുത്, അവളെ എന്നും നല്ലൊരു സുഹൃത്തായി കണ്ട് സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നയന ഇങ്ങോട്ട് പോകുമ്പം ആകെ വിഷമിച്ച് നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.